മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വളരെ താല്പര്യപൂർവ്വം അറിയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സന്ദേശങ്ങളും അറിയിപ്പുകൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവിൻ്റെ പീഡാസഹനങ്ങൾക്ക് ഇന്നത്തെ ശുശ്രൂഷകളെ സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരും ഉറ്റവരും വിട്ടുപോകുമ്പോഴും ചിതറിക്കപ്പെടുമ്പോഴും പിതാവായ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈശോ പറയാണ്, ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും, ധൈര്യമായിരിക്കുമെന്ന്. കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാം വാക്യം. എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ആ വചനം എന്തൊരു ധൈര്യം പകരുന്നതാണല്ലേ. ലോകത്തിൽ പലതരത്തിലുള്ള പീഡകളും യാതനകളും ചില്ലുമഴ പോലെ ഒന്നിനു മേലെ വന്ന് നിറയുമ്പോൾ കർത്താവ് പറയുകയാണ്, പേടിക്കേണ്ട, ധൈര്യമായിരിക്കുവിൻ. യേശു പറയുകയാണ്, ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. സഹനത്തിലൂടെ നമ്മൾ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് വലിയ വലിയ സഹനങ്ങളിലൂടെയാണ്. ദൈവം നമ്മുടെ ഇഷ്ടം നടപ്പിലാക്കാത്തത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മുടെ ചെറിയ ജീവിതാവസ്ഥയെ തകർക്കുന്നത് വലിയ ജീവിതാവസ്ഥയിലേക്ക് നമ്മെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നഷ്ടങ്ങൾ വരുത്തുന്നത് യഥാർത്ഥത്തിൽ നേടേണ്ടത് നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തകർച്ചകൾ നമുക്കുണ്ടാകുന്നത് ദൈവത്തെ കൂടുതൽ തീക്ഷ്ണതയോടെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രോഗങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, സങ്കടങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊള്ളട്ടെ, എത്ര വലിയ കടക്കണികൾ വന്നുകൊള്ളട്ടെ, ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈശോ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. നമുക്കും പറയാൻ കഴിയട്ടെ, ഞാൻ ഏകനല്ല, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ സങ്കടം അനുഭവിക്കുന്നവരോടായി ഈശോ പറയുന്നു, ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.